കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഓണത്തിന് അത്തപ്പൂക്കളൊക്കെ ഒരുക്കുവാണ്. പ്രകാശനും വിക്രമും കാർത്തി എല്ലാം ചേർന്നിട്ട്. പിന്നീട് പ്രകാശം ഭയങ്കര സന്തോഷത്തോടു കൂടി അത്തപ്പൂക്കൾ തന്നെ അരികെ പോയിരുന്നിട്ട് വിക്രത്തിനോട് പറഞ്ഞു, എടാ മോനെ, നീ എന്റെ 2-3 സെൽഫി എടുക്കാൻ പറയാണ്, അല്ല നീ എന്റെ 2-3 ഫോട്ടോസ് എടുക്കാൻ പറയാണ്. ഇത് കേട്ടതും വിക്രം ചോദിച്ചു, അതെന്തിനാച്ചാ? എടാ മോനെ, നമുക്കിതൊക്കെ ഒന്ന് ഇൻസ്റ്റാഗ്രാമിനകത്തും ഫേസ്ബുക്കിനകത്തൊക്കെ ഉണ്ടെന്ന് ചോദിക്കുക. അതെന്തിനാച്ചാ? എല്ലാരും ഒന്ന് കാണട്ടെ മോനെ. അത് മാത്രല്ല, നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ഇത് എന്റെ അങ്ങോട്ട് ആക്കാൻ പോവാ. കണ്ടു, ഞാൻ തകർന്ന തരിപ്പണമായെന്ന് വിചാരിച്ചവരൊക്കെ ഈ കാഴ്ച ഒന്ന് കണ്ടിട്ട് ഞെട്ടട്ടെ എന്ന് പറയാം. ഇതെല്ലാം കേട്ടോണ്ട് കാർത്തിക അരികെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. കാർത്തിക പറഞ്ഞ് ഞെട്ടും, പക്ഷെ അവരല്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ നീ അങ്ങോട്ട് ഞെട്ടൂടാ പ്രകാശ. അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കണമെന്ന് പറയാം. അല്ല മോളെന്താ മാറി നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ, നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാന്ന് പറയണം. അങ്ങനെ കാർത്തികേനും കൂടെ ചേർത്തിരുത്തി ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ഈ സമയത്ത് കാർത്തിക പറഞ്ഞു, അല്ലച്ചാ നാളെയല്ലേ കമ്പനിയുടെ ഉദ്ഘാടനം നടത്തുന്നേ? ഇത് കേട്ടൻ പ്രകാശം പറഞ്ഞു, അതെ, നാളെയാണ് എൻ്റെ മോന് സിംഹാസനത്തിലേക്ക് ഇരിക്കാൻ പോണെന്ന് പറയാം. അല്ല, ഉദ്ഘാടനത്തിന് ആരെയാ വിളിച്ചിരിക്കുന്നത്? വിക്രം പെട്ടെന്ന് ചോദിക്കുക. പ്രത്യേകിച്ച് വേറെ ആരെങ്കിലും ക്ഷണിക്കേണ്ട കാര്യമുണ്ടോ? വിക്രം ഉണ്ടല്ലോ, അത് മതി. വിക്രം തന്നെ ഉദ്ഘാടനം നടത്തുമ്പോൾ അതിനൊരു തലയെടുപ്പ് വേറെ തന്നെയാ. ഒരു രാജാവ് എഴുന്നള്ളുന്ന പോലെയല്ലേ വിക്രം ഒരുങ്ങി ഇറങ്ങിയാലെന്ന് ചോദിക്കുക. ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു, ശരിയാ, എന്റെ മോന് രാജയോഗം ഉണ്ടെന്നാ ജോത്സ്യർ പറഞ്ഞിരിക്കുന്നേ. അവന്റെ യോഗം ഇപ്പോഴാന്ന് തോന്നേ. അവന്റെ മാത്രമല്ല എന്റേതും. ഞങ്ങൾ ഇനി ഒരു വെലസോ എന്ന് പറയാ. കണ്ടു, ചവിട്ടി താഴ്ത്തിയോടെയൊക്കെ മുന്നില് തലയുയർത്തി നിൽക്കും എന്റെ മോന്. നാളത്തെ ദിവസത്തെക്കുറിച്ച് ഓർക്കുമ്പോ ഇപ്പൊ തന്നെ എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റില്ലെന്ന് പറയാ. കാർത്തിക പറഞ്ഞു, നീ തുള്ളി ചാടിക്കോ. ഈ 2 ദിവസത്തിനും കൂടെ അല്ല നീ തുള്ളിച്ചാടുകയുള്ളൂ. അധികം വൈകാതെ തന്നെ നിന്റെ തുള്ളിച്ചാട്ടം അങ്ങോട്ട് നിൽക്കൂടെ പ്രകാശാന്ന് പറയുവാണ്. പിന്നീട് കാണിക്കുന്ന ശാരി ആകപ്പാടെ സങ്കടപ്പെട്ടിരിക്കുമ്പോ സരയും അങ്ങോട്ട് വരുവാണ്. എന്താ അമ്മേ? അമ്മയുടെ മുഖത്ത് എപ്പോഴും ഒരു സങ്കട ഭാവമാണല്ലോന്ന് ചോദിക്കും. എന്തോ കാര്യമുണ്ടല്ലോ എന്ന് പറയണം. ഇത് കേട്ടതും പെട്ടെന്ന് ശാരി പറഞ്ഞു, അങ്ങനൊന്നും ഇല്ലാന്ന് പറയണം. എന്തോ എനിക്കറിയാം, അമ്മയുടെ മനസ്സിന്റെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അല്ല മോളെ, ഓണമൊക്കെ അല്ലേ, ഞാന് മോളുടെ അച്ഛനെ കുറിച്ച് ചിന്തിച്ച. എന്തിനാമ്മേ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മനസ്സിൽ ഓരോ ടെൻഷനുകൾ വരുത്തി കൂട്ടുന്നേ? എന്തൊക്കെ വന്നാലും അമ്മയ്ക്ക് ഞങ്ങളില്ലേന്ന് ചോദിക്കാം. അത് മാത്രമേ ഒരു ഏക ആശ്രയമുള്ളൂ. പിന്നെ എന്നെ മനസ്സിലാക്കുന്ന ഒരേ ഒരാളുണ്ട് ഇവിടെ, എന്റെ മരുമോന്. ഓഹോ, അപ്പം മരുമോൻ മാത്രം മനസ്സിലാക്കുന്നുള്ളൂ, ഞാൻ അമ്മേനെ മനസ്സിലാക്കുന്നില്ലേന്ന് ചോദിക്കാം. ഉണ്ട് മോളെ, അങ്ങനെയല്ലല്ലോ. അമ്മ വിഷമിക്കണ്ട കേട്ടോ. അധികം വൈകാതെ തന്നെ നമ്മൾ അമേരിക്കയ്ക്ക് പോകും. അമ്മേനെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. പിന്നെന്താ കുഴപ്പം? അമ്മ അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കാൻ പറയാണ്. വിഷമമൊന്നും ഇല്ല മോളെ. എന്നാലും എന്തൊക്കെ ഓർക്കുമ്പോൾ പണ്ടൊക്കെ ഓണം ആഘോഷിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്ന് അറിയാലോ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അപ്പുറത്ത് ഭയങ്കര ആട്ടവും പാട്ടും മേളവും ഒക്കെയാ. പണ്ട് നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെയൊന്നും ആഘോഷിക്കാനും സാധിക്കുന്നില്ലെന്ന് പറയാം. എന്താ അമ്മേ കാര്യം? മോളുടെ അച്ഛന്റെ കാര്യം ഓർത്തിട്ട് തന്നെയാ. ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോന്ന് ചോദിക്കുക. ഈ സമയം സരിയ പറഞ്ഞു, അമ്മ ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് എന്തുമാത്രം സമ്മാനങ്ങളുമായിട്ടായിരുന്നു രൂപാന്റി വന്നോണ്ടിരുന്നത്. എന്തുമാത്രം സ്വർണമൊക്കെ സമ്മാനം തരുമായിരുന്നു. ഇപ്പൊ അത് പോയിട്ട് ഒന്നും തരാറില്ലെന്ന് പറയാ. ഇനിയിപ്പം അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്ന പോലുമില്ല. അല്ലെങ്കിൽ ആന്റിക്ക് ഇപ്പൊ എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലെന്ന് പറയാം. അതെ, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ ആന്റി നമ്മുടെ കൈപ്പിടി വിട്ടുപോകുന്ന എനിക്ക് തോന്നിയെന്ന് പറയാം. ഇത് കേട്ടത് ശാരി പറഞ്ഞു, അതേക്കുറിച്ച് ഓർത്തിട്ടൊന്നും എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. നിന്റെ അച്ഛനുണ്ടല്ലോ, അങ്ങേരെ കുറിച്ചിട്ട് ഓർത്തിട്ടാന്ന് പറയാം. ഇത് കേട്ടതും പെട്ടെന്ന് ചോദിച്ചു, അല്ല അച്ഛനെ എതിരായിട്ടും കണ്ടില്ലോ, അച്ഛൻ എവിടെ പോയെന്ന് ചോദിക്കുക. എവിടെയെങ്കിലും പോയിട്ട് വരട്ടെ, വേറെ വല്ല വീടും കാണുമായിരിക്കും, അങ്ങോട്ട് പോയതായിരിക്കും എന്ന് പറയാം. പെട്ടെന്ന് സരി ചോദിച്ചു, അല്ലമ്മേ, അച്ഛന് ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അമ്മയ്ക്ക് ഈയിടെയായിട്ട് കുറെ സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നല്ലോ. ഞാൻ പറഞ്ഞതാ മോളെ, ചിലപ്പോൾ അച്ഛൻ ചിലപ്പം പോയിരിക്കുന്ന അങ്ങോട്ടായിരിക്കും, രൂപാന്റിയുടെ അടുത്തേക്ക്. ചെന്ന് കയറി കൊടുക്കട്ടെ. ആ ചന്ദ്രസേൻ അവിടെ ഉണ്ടെങ്കിൽ അങ്ങേരെ അങ്ങോട്ട് തീർത്താൽ മതിയായിരുന്നു, കൊന്നു കളഞ്ഞാൽ മതി. അതോടുകൂടി അയാളുടെ ശല്യം അങ്ങോട്ട് തീരുമല്ലോ എന്ന് പറയാം. അല്ല അമ്മയ്ക്ക് എന്തിനാ അച്ഛനോട് ഇത്രമാത്രം ദേഷ്യമെന്ന് ചോദിക്കാം. അല്ല എനിക്ക് മാത്രം ദേഷ്യമല്ലോ, മോൾക്ക് ദേഷ്യമില്ലേ? എനിക്ക് ദേഷ്യമുണ്ട്. അത് എന്റെ മനുവേട്ടനെ പറയുന്നോണ്ട് മാത്രമാ. അത് ശരി, അതുപോലെ തന്നെ എനിക്കും മരുമോനെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് ഇഷ്ടപ്പെടുവോ എന്ന് ചോദിക്കുക. ഈ സമയത്ത് കിരണും രതീഷും എല്ലാരും കൂടെ ഓണം ആഘോഷിക്കണം. അപ്പം കമ്പത്തിരി എല്ലാം കത്തിച്ച് ആഘോഷിക്കുക. കാദംബരി അങ്ങോട്ട് മാറി നിൽക്കുന്നതാണ്. അപ്പൊ കിരൺ ചോദിച്ചു, ഇതെന്താ മാറി നിൽക്കുന്നത്? ഇങ്ങോട്ട് വന്നതേ രതീഷിന്റെ അടുത്തേക്ക് നിൽക്കാൻ പറയണം. ഞാൻ കാദംബരി എന്നോട് അടുത്ത് നിൽക്കുകയാണ്. ഈ സമയം രതീഷ് പറഞ്ഞു, കുറച്ച് പടക്കങ്ങളും കാര്യങ്ങളൊക്കെ വേണ്ടായിരുന്നു. പെട്ടെന്ന് ചന്ദ്രസേനൻ പറഞ്ഞു, എടാ അവള് പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുവാന്ന് നിനക്കറിയില്ലേ? അപ്പോഴാണ് പടക്കം പൊട്ടിക്കുന്നത്. കുഞ്ഞു ഞെട്ടില്ലേന്ന് ചോദിക്കുക. അതെ, ശബ്ദമൊക്കെ കേട്ട് വേണം കുഞ്ഞു പുറത്തേക്ക് വരാനായിട്ട്. അല്ല കുഞ്ഞിനെ പുറത്തെത്തി കഴിയുമ്പോൾ ഭയങ്കര പേടിയായിരിക്കും എന്ന് പറയാം.
ഇത് കേട്ട് ബാക്കിയുള്ളതെല്ലാം ചിരിക്കുക. അപ്പൊ അതുപോലെ തന്നെ കമ്പിത്തിരിയും പൂത്തിരിയും കത്തിച്ച ചന്ദ്രസേനും വിക്രമും അല്ല പ്രകാശനും വിക്രമും കാർത്തി എല്ലാവരെയും കൂടെ ആഘോഷിക്കുകയാണ്. പ്രകാശൻ പറഞ്ഞു, ഇതുപോലത്തെ ഒരു ഓണം ഇതിനു മുമ്പ് ആഘോഷിച്ചിട്ടില്ല. എന്താണെങ്കിലും എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു ഓണമായിരിക്കും എന്ന് പറയാം. കാർത്തിയെ മനസ്സിൽ പറഞ്ഞു, ഇത് നിന്റെ അവസാനത്തെ ഓണമാ. ഇനി ഒരു ഓണം കൂടെ ഉണ്ടായിട്ട് നീ ഭൂമിയിൽ ഉണ്ടെങ്കിലല്ലേ പ്രകാശ അതിന് ജീവിച്ചിരുന്നിട്ട് വേണ്ടതെന്ന് കാർത്തിയെ മനസ്സിൽ പറയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്ന രാത്രി വയ്ക്കും ശാരിക്ക് വല്ലാത്തൊരു വിഷമവും ടെൻഷനൊക്കെ വന്നു. ശാരി നേരെ ഹാളിലേക്ക് വന്നു കഴിയുമ്പം തലയിടിച്ച് വീണ് ആ സ്റ്റെയർ കേസിന്റെ ചോട്ടിൽ ആ ഒരു ചിന്തകള് അതൊക്കെ ശാരിയുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു വരുവാണ്. അവളെ താൻ തള്ളിയിട്ടതും തലയിടിച്ച് വീണതൊക്കെ അതൊക്കെ ഓർത്ത് വല്ലാത്ത ടെൻഷൻ. അതിന്റെ ഇടയ്ക്ക് മോളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും മറന്നുപോയി. എന്ത് ചെയ്യാനാ, പുറത്തിറങ്ങാനുള്ളൊരു മാനസികാവസ്ഥ പോലും ഇല്ലായിരുന്നു. എല്ലാ ഓണത്തിനും അവൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്ന ഈ ഓണത്തിന് അവൾക്കൊന്നും വാങ്ങി കൊടുത്തിട്ടുമില്ല. പെട്ടെന്നാണ് ഓർത്തെ താര കൊണ്ടുവന്ന ആ ഡ്രസ്സ് സ്റ്റോർ റൂമിൽ കാണുമായിരിക്കും, അതെടുത്തുകൊണ്ട് പോയി സരുവിന് കൊടുക്കാം എന്നോർത്തുണ്ട് അത് പോയി എടുക്കുവാണ്. അങ്ങനെ അതൊക്കെ എടുത്തുകൊണ്ട് നേരെ സരുവിന്റെ മുറിയിലേക്ക് ചെല്ലുവാണ്. അപ്പം ചോദിച്ചു, അല്ല മനു ഇതുവരായിട്ട് വന്നില്ലേ മോളേന്ന് ചോദിക്കണം. ഇതുവരായിട്ട് വന്നില്ലമ്മേ. അതെ, എല്ലാ ഓണത്തിനും അമ്മ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരുന്നായിരുന്നു. ഈ ഓണത്തിനൊന്നും വാങ്ങിച്ചിരുന്നില്ല. ആകെപ്പാടെ ഇപ്പൊ വാങ്ങിച്ചു തരുന്ന മനുവേട്ടൻ മാത്രമേ ഉള്ളൂ എന്ന് പറയാം. ഇത് കേട്ടത് ശാരി പറഞ്ഞു, എനിക്കറിയാം മോളിത് പറയൂന്ന്, അതുകൊണ്ടല്ലേ മോൾക്കുള്ള സമ്മാനമായിട്ട് ഞാൻ വന്നേന്ന് പറയണേ. ആഹാ കൊള്ളാലോ, ഇത് എനിക്കാണെന്ന് ചോദിക്കുക. അതെ, മോളും തുറന്നു നോക്കാൻ പറയണം. അങ്ങനെ സരു തുറന്നു നോക്കുക. നല്ല അടിപൊളി സെറ്റ് സാരി ആയിരുന്നു. കൊള്ളാലോ, ഇത് എത്ര രൂപയായി അമ്മയെന്ന് ചോദിക്കുക. 10,000 രൂപയായി. ഞാൻ പണമൊന്നും നോക്കിയില്ല മോളെ, എനിക്ക് ആകെയുള്ള മോള് മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് മോൾക്കായിട്ട് സെലക്ട് ചെയ്താന്ന് പറയണം. എനിക്ക് ഇഷ്ടപ്പെട്ടു, എൻ്റെ മനസ്സ് അമ്മയ്ക്കറിയാം, അതുകൊണ്ടല്ല അമ്മ ഇത്ര നല്ല സാധനം എനിക്ക് വാങ്ങി തന്നേന്ന് ചോദിക്കുക. അതെ, നാളെ രാവിലെ ക്ഷേത്രത്തിലൊന്ന് പോകണമെന്ന് പറയാം. ഇത് കേട്ട് ശാരി പറഞ്ഞു, അതെന്താ മോളെ? അല്ല, നാളെയല്ല അവളുടെ കോമ്പറ്റീഷൻ നടക്കുന്നത്, അവൾക്ക് പ്രൈസ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വഴിപാടുകളും നേർച്ചയൊക്കെ നടത്താനുണ്ട്. എത്ര വഴിപാട് നേർച്ചയും നടത്തിയാലും കുഴപ്പമില്ല, അവൾക്ക് ഒരു കാരണവശാലും പ്രൈസ് കിട്ടില്ലെന്ന് പറയാം. അതാണ് ആ കാര്യം. എൻ്റെ മനസ്സിൽ അതൊന്നുമല്ല, എൻ്റെ മനസ്സിൽ വേറെ പല കാര്യങ്ങളുണ്ട്. ഞാനതായിരിക്കും ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പോണേന്ന് പറയാം. അങ്ങനെ ശാരി മുറിയിലേക്ക് കിടക്കാൻ പോരുകയാണ്. പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ കല്യാണം രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡിയായി. കാരണം ഇന്നാണ് കോമ്പറ്റീഷൻ. അങ്ങനെ ഒരുങ്ങി കഴിഞ്ഞതിന് ശേഷം 1-2 ഫോട്ടോസൊക്കെ എടുത്ത് ഹാപ്പി ഓണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണിന് ഇട്ട് കൊടുക്കുവാണ്. അങ്ങനെ കിരണിന് ഫോട്ടോ കിട്ടി കഴിഞ്ഞപ്പോൾ ഉടനെ കിരൺ വീഡിയോ കോൾ വിളിക്കുക. അപ്പൊ കല്യാണിയെ കണ്ടു. ആഹാ സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്ന് പറയാം. അതെ, ഇന്നാ കോമ്പറ്റീഷൻ അല്ലേ, നന്നായിട്ട് പെർഫോം ചെയ്യണമെന്ന് പറയാം. ഇത് കേട്ട കല്യാണിയുടെ മുഖം മാറി. എന്താ കല്യാണി, സങ്കടപ്പെടുമൊന്നും വേണ്ട, നീ പെർഫോം ചെയ്ത് ഉറപ്പായിട്ട് നിനക്കായിരിക്കും കിട്ടാൻ പോകുന്നത്. ആ കാര്യത്തിൽ നിനക്കൊരു ടെൻഷൻ വേണ്ട. ഇനിയിപ്പോൾ കിട്ടിയില്ലേ പോലും എനിക്കൊരു കുഴപ്പമില്ല, നീ ഇങ്ങോട്ടൊന്നും വന്നെത്തിയാൽ മാത്രം മതി. അതെ, ഓണമൊക്കെ എങ്ങനെ ആഘോഷിച്ചു? ഓണമൊക്കെ ഇവിടെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചില്ലേ, പക്ഷെ നീ ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാം. ഏയ് അതൊന്നും സാരമില്ല, അടുത്ത ഓണം നമ്മളങ്ങോട്ട് ഗംഭീരമായിട്ട് ആഘോഷിക്കും. അതെ, രാവിലെ ക്ഷേത്രത്തിലൊന്ന് പോകണം, നീ വെച്ചോളാൻ പറയണം. ഇത് കേട്ടതും കല്യാണി പറഞ്ഞു, ശരി ശരി അന്നൊക്കെ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുകയാണ്. കല്യാണിക്ക് ഭയങ്കര വിഷമമായി. കിരണിനെ വിളിച്ചു കഴിഞ്ഞാൽ, കാരണം താനവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കിരണേട്ടനോടൊപ്പം ക്ഷേത്രത്തിലൊക്കെ പോകണ്ടായിരുന്നു. കല്യാണിക്ക് ആ ഒരു സങ്കടം വരുവാണ്. പിന്നീട് കാണിക്കുന്ന സരിയും ശാരിയും കൂടെ ക്ഷേത്രത്തിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിറങ്ങി സരി പറഞ്ഞു, എനിക്ക് മുല്ലപ്പൂ വേണം എന്ന് പറയണം. അതിനെന്താ മേടിക്കാന്ന് പറഞ്ഞ് അവരെ കടയിലേക്ക് കയറുക. ഈ സമയത്ത് സരിയോട് മോള് പ്രാർത്ഥിച്ചോ? പിന്നെ പ്രാർത്ഥിച്ചോന്നോ? എൻ്റെ അമ്മേ, അവൾക്ക് ഒരു കാരണവശാലും വിജയിക്കാൻ പറ്റില്ലെന്ന് മനോരിയാൻ പ്രാർത്ഥിച്ചിട്ടാ വന്നേ. കണ്ടോ, നമ്മളെ തേടിയ സന്തോഷ വർത്താനം ഒരിക്കലും എത്താൻ പോന്നേ. അവൾക്ക് ജയിക്കാൻ കഴിയില്ലമ്മേന്ന് പറയാം. അവൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ അഹങ്കാരം എന്തായി തീരും? കമ്പനിയിലേക്ക് വെറും ചായ കൊടുക്കാനായിട്ട് വന്നോളാ. എന്നിട്ട് കണ്ടില്ലേ ഇപ്പൊ അവള് അവിടുത്തെ കാര്യസ്ഥയായിരിക്കുന്നത്. ഇതെനിക്കങ്ങ് സഹിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ലമ്മേ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അവൾക്ക് അങ്ങനെ പ്രൈസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് പറയണം. അല്ല അമ്മ പ്രാർത്ഥിച്ചില്ലെന്ന് ചോദിക്കും. ഞാൻ പ്രാർത്ഥിച്ചു മോളെ, എനിക്ക് കുറെ കാര്യങ്ങൾ പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു പറയണം. ഈ സമയത്ത് കിരണും ചന്ദ്രസേനയും അങ്ങോട്ട് വരുന്നേ. കിരൺ പറഞ്ഞു, എങ്ങ് നോക്ക്, നമ്മൾ ആരെ കാണലെന്ന് ആഗ്രഹിച്ചോ അവറ്റോടെ മുമ്പിൽ തന്നെ ഉണ്ടെന്ന് പറയണം. എവിടെ ചെന്നാളോ ഇവറ്റോളെ കണി കാണൂല്ലോ എൻ്റെ ഭഗവാനെ, ഒരു രക്ഷയില്ലോ എന്ന് പറയാം. ഈ സമയം ചന്ദ്രസേനൻ സരുവിനെ അടിമുടി നോക്കി. സരുവിന്റെ ആ വേഷം കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ചന്ദ്രസേനൻ ഓർമ്മ വന്നു. ചന്ദ്രസേനന്റെ നോട്ടം കണ്ടപ്പോൾ കിരൺ ചോദിച്ചു, എന്താ ചെന്നിക്ക്? ഒന്നുമില്ല എന്ന് പറയണ. ചന്ദ്രസേനന് പെട്ടെന്ന് ഓർമ്മ വന്നേ താരയുടെ കയ്യിലേക്ക് താനി സാരി കൊണ്ട് കൊടുത്ത കാര്യങ്ങളൊക്കെയാ. അതെ, നീ പറഞ്ഞോളെ തന്നെ വില കൂടി സാരി തന്നെ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ മക്കൾക്ക് പോലും ഇത്ര വില കൂടിയൊന്നും ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. പക്ഷെ നിന്റെ ആഗ്രഹമല്ലേ, അതുപോലെ തന്നെയുണ്ട്. ആ സാരി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എന്നാ കൊണ്ടേ കൊടുക്കുന്നേ? നാളെ കൊണ്ടേ കൊടുക്കും. അതെ, ആരെങ്കിലും വരണോ? വേണ്ട വേണ്ട, ഞാൻ തന്നെ കൊണ്ടേ കൊടുത്തോളാന്ന് പറയാം. ഇത് ഈ പൈസയും കൂടെ വെച്ചോ എന്ന് പറയണേ. ഇത് കേട്ടാൻ താര പെട്ടെന്ന് പറഞ്ഞു,
അതെ, കല്യാണിക്ക് കിരണിനും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം ഓണമായിട്ട്. അതൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം. നീ പോയി കൊണ്ടേ കൊടുത്തിട്ട് വീട്ടിലേക്ക് വന്നാൽ മതി. രൂപ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നീ നേരത്തെ തന്നെ കൂടെ എത്തിയേക്കണം എന്ന് പറയാം. നേരത്തെ എത്തിയേക്കാന്നൊക്കെ പറഞ്ഞ് താര ഇറങ്ങുന്നേ. ഈ സാരിയല്ലേ താൻ കൊടുത്ത്? അങ്ങനെയാണെങ്കിൽ മിക്കവാറും അവിടെ ചെന്നിട്ടുണ്ടായിരിക്കണം. അവിടെ വെച്ചാണോ ഈ അപകടം ഉണ്ടായത്? കിരൺ ചോദിച്ചു. അച്ഛൻ എന്തായി ആലോചിക്കുന്നേ? നീ വന്നേ, ഒരു കാര്യം ഉണ്ടെന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നേരെ ശാരിയുടെ സരുവിന്റെ അടുത്തേക്ക് എത്തുവാണ്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശാരി പറഞ്ഞതേ, ഇതെങ്ങ് നോക്കുമ്പോളെ ആ ഇറങ്ങി വരുന്ന ആരാ നോക്ക്, ദേ ആ ഒറ്റകൾ രണ്ടെണ്ണം വരുന്നുണ്ടെന്ന് പറയാം. ഇത് കേട്ടത് സരയെ പറഞ്ഞു. അമ്മ എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കണമെന്ന് ചോദിക്കണം. അല്ല മോളെ, ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് ആകെപ്പാടെ വെപ്രാളത്തോടു കൂടി ശാരി നിൽക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ ഇന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.